നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പാലം കടക്കാൻ നാരായണ, കൊഞ്ചിറവിള ദേവിക്ക് കാണിക്കയർപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരൻ. ശബരിമല വിഷയത്തിൽ പോലും കമ എന്നൊരക്ഷരം മിണ്ടാതെ ആയിരക്കണക്കിന് ഭക്തരെ ശരണം വിളിച്ചതിന് മർദ്ദിച്ച് ജയിലിലടച്ചപ്പോൾ കാണാൻ കണ്ണില്ലാതെ ഇരുന്ന ദിവാകരനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. മത്സരിച്ച് ജയിക്കാൻ ക്ഷേത്രം വേണം, ദൈവവും ആചാരവും ഒക്കെ വേണം, മുറുകെ പിടിക്കണം, എല്ലാം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ദൈവകടാക്ഷത്തിനായി. ശബരിമല വികാരം തിരിച്ചടിയാകാതിരിക്കാൻ ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ ജയിച്ചു കയറാൻ എല്ലാം സി ദിവാകരന് ഇപ്പോൾ ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയതും എല്ലാം ഇപ്പോൾ വൻ വാർത്തയായിരിക്കുകയാണ്. കൊഞ്ചിറവിള ദേവി ക്ഷേത്രത്തിലെ കഴിഞ്ഞ ദിവസത്തെ പൊങ്കാല ചടങ്ങുകൾക്ക് മുന്നോടിയായാണ് ദിവാകരൻ എത്തിയത്. ക്ഷേത്രത്തിലെ കഴിഞ്ഞ ദിവസത്തെ മുഖ്യ ആകർഷണവും CP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. വിശ്വാസികളെത്തി പൊങ്കാല അടുപ്പ് കൂട്ടുന്നതിന് മുൻപ് സി ദിവാകരൻ സ്ഥലത്തെത്തി. ക്ഷേത്രത്തിൽ പൊങ്കാലയിടാനെത്തിയ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശബരിമല സജീവ പ്രചാരണ വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞാണ് LDF സ്ഥാനാർത്ഥിയുടെ ക്ഷേത്ര സന്ദർശനം. ദൈവവിശ്വാസികൾ 90% ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്നും തിരഞ്ഞെടുപ്പായതുകൊണ്ടല്ലേ ക്ഷേത്രത്തിൽ എത്തിയതെന്നുമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരോട് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. താൻ കന്നി അയ്യപ്പനാണെന്നും എല്ലാവരും കൂടി അനുഗ്രഹിച്ചാൽ അങ്ങ് കയറിപ്പോകുമെന്നുമായിരുന്നു പാർലമെന്റിലേക്കുള്ള കന്നി മത്സരത്തിനായി ദിവാകരന്റെ വോട്ട് അഭ്യർത്ഥനയും മറുപടിയും. വോട്ടർമാർക്കൊപ്പം ദേവിയുടെയും ആശീർവാദം വാങ്ങിയായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും സി ദിവാകരന്റെ മടക്കം. താനൊരു വിശ്വാസിയാണെന്ന തരത്തിലാണ് ദിവാകരൻ പ്രചാരണം തുടങ്ങുന്നത്. എന്നാൽ ഇതെല്ലാം ശബരിമല വികാരത്തെ ഭയന്നും മറ്റുമാണ് എന്ന് അണിയറ രഹസ്യം. മാത്രമല്ല, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഈ പ്രതിസന്ധി ഇടത് സ്ഥാനാർത്ഥികൾക്ക് നിലനിൽക്കുന്നു. എല്ലാം ക്ഷേത്രത്തിൽ തന്നെ പോയി പരിഹരിച്ച് മുന്നേറിയാൽ ജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്ത് ഹൈന്ദവ വോട്ടുകൾ നിർണായകമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെത്തി പ്രചാരണത്തിന് തുടക്കമിടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.